സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസയുണ്ട്. അത് ചിലവാക്കാൻ ഒരാളുടെയും തടസ്സം ഉണ്ടായിരുന്നില്ല. അതിനൊരു മാസ്റ്റർ പ്ലാൻ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പോഴാണല്ലോ 2 ടൗൺഷിപ്പുകളിൽ നിന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇവർ ഉണ്ടാക്കിയത്. ആ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമാണ് വയനാട്ടിലുള്ളത്. വലിയ അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ഇരിക്കട്ടെ, എന്നാലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് അത് ഇത്രയും താമസം എന്തിനാണ്? നേരത്തെ ഉണ്ടാക്കാമായിരുന്നല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ, ഒന്ന് ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ നേതൃത്വമാണെങ്കിൽ ഇത് അങ്ങേയറ്റത്ത് ഒരു ദുരന്തം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന പ്രാഥമികമായ പാഠം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്റും. കേരളത്തിലെ ഞാൻ മന്ത്രിമാരെ മാത്രമല്ല, ഒഫീഷ്യൽസ് അടക്കമുള്ള ആളുകൾ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടല്ല. പക്ഷേ വയനാട്ടിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കണ്ടിട്ടുള്ളത് ഏകോപനമില്ലായ്മയുടെ അങ്ങേയറ്റത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ദുരന്തമുഖത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന പ്രാഥമിക പാഠമാണ് ഈ സർക്കാർ പഠിക്കേണ്ടത്. അത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ അത് ഹൈക്കോടതി വിധിയോടുകൂടി ഇത് പൊളിഞ്ഞുപോയി.